മിനിമാക്സ് സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSC RRB എന്ന് വേണ്ട മിക്കവാറും ഇന്ത്യയിൽ നടക്കുന്ന മിക്കവാറും എല്ലാ കോമ്പറ്റീവ് എക്സാമുകൾക്കും ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അതായത് ഫ്രാക്ഷൻസിൻ്റെ കമ്പാരിസൺ. ചില സമയത്ത് അവർ ആ ഓർഡർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലാർജസ്റ്റ് ആണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ലീസ്റ്റും ചോദിക്കാം. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിനകത്തുള്ള 1-2 മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സീരീസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഇത്തരം ക്വസ്റ്റൻസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഡിനോമിനേറ്റർ ടൈം ഒന്ന് വാച്ച് ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ 3, ദെൻ ഇവിടെ 53, നെക്സ്റ്റ് 1 90, 44 ഇതൊക്കെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ ടൈം. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റു 10 ചെയ്യുക. ഇത്തരം കേസുകളിൽ ഇൻറ്റു 10 ചെയ്യുക. സോ 20/3 ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്, ഒരു 6 പോയിന്റ് സംതിങ് കിട്ടും. ഓക്കെ, 6 പോയിന്റ് സംതിങ്. നമുക്ക് ഒരു അക്യുറേറ്റ് വാല്യൂ വേണമെന്നില്ല, അപ്രോക്സിമേറ്റ് മതി. സോ അടുത്ത എന്തായിരിക്കും, 60/53 ആയിരിക്കും. 60/53 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, ഒരു 1 പോയിന്റ് സംതിങ്. ഓക്കെ, നെക്സ്റ്റ് 790/90 ആയി മാറും. ദെൻ ഈ 0 കട്ട് ചെയ്ത് പോയി ബാക്കി എന്ത് ചെയ്യും, 79/9 എന്ന് പറയുമ്പോൾ ഒരു 8 പോയിന്റ് സംതിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 33/44 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/4 ആണ് എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 30/4 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, 7.5. ഓക്കെ, ചോദ്യം എന്താണ്, ലാർജസ്റ്റ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് ഈ 6.6, 1, 8 ഇതിനകത്ത് ലാർജസ്റ്റ് ഏതാണ്, ഇതാണ്. സോ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ചെയ്യേണ്ട എന്താണ്, ഈ ഡിനോമിനേറ്റർ ടേംസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ എന്താണ് 8, 9, 10, 11 ഇതെല്ലാം നമുക്ക് എന്താണ്, നമ്മൾ പെർസെൻറ്റേജിനകത്ത് നമ്മൾ പഠിച്ച വാല്യൂസ് ആണ് അല്ലേ. 1/8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12.5. സോ ഇവിടെ എന്താണ് 12.5% ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, ഒരു 84ഉം 87.5% വരും അല്ലേ. അടുത്തെന്താണ് 1/9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11.11 ഇൻറ്റു 8 ആണ് ചെയ്യേണ്ടത്. സോ ആൻസർ എന്തായിരിക്കും, 88.8 ഓക്കെ പെർസെൻറ്റേജ് ഉണ്ടാവും. ദെൻ 1/10 എന്ന് പറയുമ്പോൾ എന്താണ്, 10%. 10 × 9 എന്ന് പറയുമ്പോൾ എന്താണ്, 10 × 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 90%. നെക്സ്റ്റ് 1/11 എന്ന് പറയുമ്പോൾ എന്താണ്, 9.09% ആണ്. ഇൻറ്റു നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 90.9% കിട്ടും. ഓക്കെ, സോ ചോദ്യം എന്താണ്, ലീസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ലീസ്റ്റ് വാല്യൂ ഏതാണ്, 87.5. ആൻസർ ഓപ്ഷൻ എ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നമ്മൾ ഈ ഡിനോമിനേറ്റർ ടൈം നമുക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ, പെർസെൻറ്റേജ് നമുക്ക് അറിയുന്ന വാല്യൂസ് ആണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദെൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഓപ്ഷനായിട്ട് ആൻസറിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.